പിത്താശയ ക്യാൻസർ ബാധിതനായ യുവാവ് തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. അയ്യപ്പൻകോവിൽ കെ ചപ്പാത്ത ആഞ്ഞിലിമുട്ടിൽ പ്രിൻസാണ് ഒരു വർഷത്തിലേറെയായി തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലുള്ളത്. പ്രിൻസിന് തുടർ ചികിത്സയുടെ ഭാഗമായി 8 തവണ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതിനും കീമോ ചെയ്യുന്നതിനുമായി 32 ലക്ഷം രൂപ ചിലവാകും. പ്രിൻസിന് തുടർ ചികിത്സയുടെ ഭാഗമായി 8 തവണ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതിനും കീമോ ചെയ്യുന്നതിനുമായി 32 ലക്ഷം രൂപ ചെലവാകും. ആകെയുള്ള സമ്പാദ്യവും ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച സഹായവും മുടക്കി ഇതുവരെ 3 തവണ ചികിത്സയ്ക്ക് വിധേയനായി. ഭാര്യയും 6ഉം 2ഉം വയസ്സുള്ള മക്കളും അമ്മയും അടങ്ങുന്ന നിർധന കുടുംബത്തിന് തുടർ ചികിത്സാ ചെലവുകൾ അപ്രാപ്യമാണ്. ചികിത്സയ്ക്കായി ഇതുവരെ വലിയ തുക ചെലവായിട്ടുണ്ട്. കട്ടപ്പനയിലെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു പ്രിൻസ്. രോഗബാധിതനായ ശേഷം ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാമൂഹിക നേതാക്കളും ഉൾപ്പെടുന്ന പ്രിൻസ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 6ഉം 4ഉം വയസ്സുള്ള കുട്ടികളുള്ള 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇന്ന് പിത്താശയ ക്യാൻസർ മൂലം ചികിത്സ തേടുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രിൻസിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. വരുമാനത്തിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്നും പിന്നെ അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ പള്ളിക്കാരെല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ തന്നെ ഓൾറെഡി 3 ചെയ്ത് കഴിഞ്ഞു. ബാക്കി 5 ചെയ്യാനുള്ള ഒരു ശേഷി അവർക്കില്ല. അതിനുള്ള ഫണ്ട് ഉണ്ടാകണം. അപ്പം അതിനു വേണ്ടി ഞങ്ങൾ ചപ്പാത്തിൽ ഒരു ജനകീയ സമിതി രൂപീകരിച്ചു. പ്രിൻസ് ചികിത്സാ സഹായ സമിതി എന്ന് പറയുന്നൊരു സമിതിക്ക് രൂപം നൽകുകയും കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഉപ്പുതറ ശാഖയിൽ കൺവീനർ ഷാജി പി ജോസഫ്, ട്രഷറർ CJ ജോൺസൺ, പ്രിൻസിന്റെ ഭാര്യ മിറ്റിമോൾ എന്നിവരുടെ പേരിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ, ജനകീയ സമിതി ചെയർമാൻ M വർഗീസ്, കൺവീനർ ഷാജി പി ജോസഫ്, ട്രഷറർ CJ ജോൺസൺ, സെക്രട്ടറി VV പ്രമോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.